അങ്ങനെതാ നമ്മൾ രാവിലെ ചായ എടുക്കാൻ ഒരു കടൻ്റെ മുന്നിൽ നിർത്തിയാട്ടാ. ഇവിടുന്ന് കിട്ടുന്ന വ്യൂ എന്താണെന്ന് ആദ്യം ഞാൻ ഷോപ്പ് ഒന്ന് കാണിച്ചു തരുന്നിട്ട് നമുക്ക് അതുപോലെ വ്യൂ കാണിക്കാം. നമ്മളിങ്ങനെ പോകുമ്പോൾ നല്ലൊരു വൈബ് സ്ഥലത്ത് മണ്ണെടുത്ത സ്ഥലം. അപ്പോൾ ഇവിടെ കുറച്ച് കുട്ടികൾ എന്തൊക്കെ എനിക്ക് തോന്നുന്നു നമ്മൾ ചെറുപ്പത്തിൽ കിണറുണ്ടാക്കി കളിക്കില്ല പരിപാടിയാന്ന് തോന്നുന്നു. ഇവിടെ നമ്മളിതാ സെമിത്തേരിയുള്ള കൂടുതലുള്ള വഴിയിൽ നമ്മൾ നടന്നു വന്നപ്പോൾ നല്ലൊരു വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾ നോക്കാണി ബാക്ക്ഗ്രൗണ്ട് നോക്കാണി ഒരു രക്ഷയില്ല, പൊളി സ്ഥലട്ടാ, അടിപൊളി. നേരത്തെ കാണിച്ച സ്പോട്ടിൽ ഇതാ ഇവിടെ ഞങ്ങൾ പോകാൻ തോന്നില്ല. ഏകദേശം 2 മണിക്കൂർ ഞങ്ങളിപ്പോ ഇവിടെ സ്റ്റേ ചെയ്ത്. ഇത് വേണ്ടി കിടിലം വ്യൂ ആട്ടോ ഇവിടുന്ന്. ആദ്യം വാട്ടർഫാൾ ഒന്ന് കാണിച്ചു തരാം. ഇത് പൊളിയാണ് മക്കളെ. ഇത് വാട്ടർഫാളിന്റെ ഭംഗിയല്ലട്ടോ നമുക്ക് ഇവിടെ നിന്നുള്ള വ്യൂ നോക്കാണ്. കൈയൊക്കെ വിറക്കുന്നുണ്ട് കേട്ടോ താഴേക്ക്. വില്ലേജ് വൈബ്സിന്റെ മറ്റൊരു ബ്ലോഗിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം. നമ്മളിപ്പോൾ ഇത് മേഘാലയയിലെ ഉമ്മിങ്ങി പോകുന്ന സ്ഥലത്താട്ടോ. ഇവിടുത്തെ പേര് പഠിക്കാൻ കുറച്ച് പണിയാണ്. നമ്മൾ ഇന്നലെ രാത്രി ഇവിടെ നിന്ന് സ്റ്റേ എടുത്ത് ഇന്ന് നമ്മളിതാ ചിറാപ്പുഞ്ചിയിൽ എടുത്തായിട്ടുള്ളത്. ചിറാപ്പുഞ്ചി എന്ന് പറഞ്ഞാൽ കിടിലൻ സ്ഥലമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലമാണ്. ഒരുപാട് കിടിലൻ സ്പോട്ടുകൾ നമുക്ക് കാണാണ്ട്. അപ്പോൾ അവിടേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം, ഈ ഭായി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഭായി ആപ്കാ നാം ശംഭാങ്. ഇവരെ അതിൽ നമ്മൾ താമസിച്ച കേട്ടോ. നമ്മളെ ജൂനിവിടെ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. സെറ്റല്ലേ? ജനുവിന് തണുപ്പ് കുറച്ച് പ്രശ്നമാണ്. ഇതാണ് നമ്മൾ താമസിച്ച സ്ഥലത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞത്. ഞങ്ങൾ പോട്ടെ. ഈ മേഘാലയ നമുക്ക് താമസത്തിന് റൂമിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ്, പക്ഷെ നല്ല അടിപൊളി സ്ഥലമായിട്ടാണ്. വൃത്തിയില്ല, കാണാൻ നല്ല ഭംഗിയില്ല, എന്താ പറയുക, നല്ല തണുത്ത കാലാവസ്ഥയാണ് ഇപ്പോൾ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു മേഘാലയ. അത്രയും ഇഷ്ടപ്പെട്ടൊരു സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഒന്ന് മേഘാലയൻ്റെ പേര് പറയാൻ പറ്റും. നമ്മുടെ ഇടത് ഭാഗത്തൊക്കെ എന്താ പറയുക, ചൈനേൻ്റെ വൻമതിൽ പോലെ കെട്ടിയ മലനിരകളാണ്. ഇവിടുത്തെ ചിറാപുഞ്ചിയിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യാനുള്ളൊരു കാരണം ഇവിടുത്തെ ഈ മലനിരകളാണ്. കാരണം ഒറ്റയടിക്ക് മേഘം വന്ന് മലമ തടഞ്ഞു നിൽക്കാണ് ഇവിടെ വൻതോതിൽ മഴ പെയ്യുന്നത്. അത്തരത്തിലുള്ളൊരു മലനിരകളാണ് അവിടെ ഉള്ളത്. നമുക്ക് അതിൻ്റെ വിഷ്വൽ അതുപോലെ കാണിക്കാം. അങ്ങനെതാ നമ്മൾ രാവിലെ ചായ എടുക്കാൻ ഒരു കടൻ്റെ മുന്നിൽ നിർത്തിയാട്ടാ. ഇവിടുന്ന് കിട്ടുന്ന വ്യൂ എന്താണെന്ന് ആദ്യം ഞാൻ ഷോപ്പ് ഒന്ന് കാണിച്ചു തരുന്നിട്ട് നമുക്ക് അതുപോലെ വ്യൂ കാണിക്കാം. എന്താടാ റൊട്ടിയേ പൂരി ദേ ദോ, പൂരി ഭാജി ദേ ദോ, സബ്ജി. ചെറിയൊരു ഹോട്ടലാട്ടാ. അപ്പോൾ നമ്മളെ ജൂൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ജൂൻ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞാൽ ഇനി ഞാൻ ഇവിടുത്തെ വൈബ് ഒന്ന് കാണിച്ചു തരാം. സ്ഥലം യാതാ സ്ഥലം നോക്കാടിക്കള്. ഞാൻ നേരത്തെ പറഞ്ഞ മലനിരകളായിട്ടത്. ഇവിടെ ഇത്രയും കൂടുതൽ മഴ, ചിറാപുഞ്ചിയിൽ ഇത്രയും കൂടുതൽ മഴ പെയ്യാനുള്ള പ്രധാന കാരണം ഈ കാണുന്ന മലനിരകളാണ്. ഒരു രക്ഷയില്ലാത്ത ഫ്രെയിം ഞാൻ പുറത്തുനിന്ന് കാണിച്ചു തരാം. നോക്കാണ് വ്യൂ നോക്കാണ് നിങ്ങൾ. ഏതാത് സ്ഥലം പൊളി പൊളി. എൻ്റെ മക്കളെ നമ്മളിത് ചായ കുടിക്കാതിരുന്ന സ്പോട്ടാണ്. ഞാൻ നേരത്തെ വീഡിയോ കാണിച്ചിരിക്കുന്നത്. ഈ ഫ്രെയിം ഒന്ന് നോക്കാൻ നിങ്ങൾ. ഇവിടെ ഇരുന്നിട്ട് ഒരു ഗ്ലാസ് ചായ കുടിക്കുമ്പോൾ കിട്ടുന്ന സുഖം എന്താണെന്ന് അറിയാം, വേറൊരു ലെവല്. ഞങ്ങൾ ഭൂരി ഭാജിയാണ് പറഞ്ഞിട്ടുള്ളത്. അത് കഴിക്കുമ്പോണ്ടല്ലോ അങ്ങനെ ഈ പച്ചപ്പുള്ള ഈ തണുത്ത കാലാവസ്ഥയിൽ പച്ചപ്പുള്ള ഈ പർവ്വതനിരകൾ കണ്ടിട്ട് ഇങ്ങനെ ചായ കുടിക്കുമ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല മക്കളെ. എപ്പോൾ കിട്ടുന്ന സംഭവം ഉണ്ടല്ലോ, ഞങ്ങളുടെ കയ്യൊക്കെ തണുത്തിട്ട് നല്ല വെള്ള കളറായി മാറിയിട്ട് നിൽക്കാം. പൊളി പൊളി, ഒരു രക്ഷയില്ല. മേഘാലയ എനിക്ക് ഇഷ്ടപ്പെട്ട്. നമ്മൾ പറഞ്ഞ ഭൂരി വളർത്തിയിട്ടുണ്ട്. കറി ഒരു വെള്ളം പോലെയാണ്, പക്ഷേ ഈ വൈബ് നമ്മളെ ഭൂരി കടല ഗ്രീൻ പീസിന്റെ കറിയാണ്. ചട്നി ഉണ്ട്. ഇത് 3 കൂടി എടുത്തിട്ടുണ്ടല്ലോ. ആഹാ, ഞാൻ ഈ കാഴ്ച കണ്ടിട്ട് നമ്മള് ചായ കുടിക്കുന്ന സമയത്ത് 2 നായ്ക്കള് എന്റെ ഭൂരിയിൽ ഒരു ഭൂരി അവരെ കഴിച്ചത്. അപ്പൊ നായ്ക്കും ഈ വൈബ് ആസ്വദിച്ച് ഫുഡ് കഴിക്കാൻ പൂതിയാണ്. അപ്പൊ നമ്മള് ബിസ്ക്കറ്റ് കൊടുത്താണ്. ഒരു പാക്കറ്റ് മീൻ കൊടുത്താൽ കഴിഞ്ഞ് 2ാമത്തെ പാക്കറ്റാണ്. അവന് കാലിന് സുഖം ചേട്ടാ. നായിലത് പട്ടിയുണ്ട്. ഈ ഫ്രെയിം ഇങ്ങനെ കണ്ടിട്ട് നായ്ക്കും കഴിക്കാനേ പൂതിണ്ടല്ലോ. നായും വൈബ് ആസ്വദിക്കട്ടെ എന്ന്. എന്താ ജുനിയൻ അറിയുള്ളത്? അടിപൊളി. അപ്പോൾ നമ്മൾ ബിസ്ക്കറ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ നായിനോട് എനിക്ക് അതിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കണം. നമുക്ക് നല്ല ഫ്രെയിം കറക്റ്റാക്കി ആൾ കിടന്നു തന്നാട്ടാ. പക്ഷേ ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കണമെന്നുണ്ട്. ഞാൻ അതിന് മുന്നേ ലോണാവാലിയിൽ നിന്നൊരു നായിനെ ഒഴിഞ്ഞെടുത്തിട്ട് ഇനി എൻ്റെ വീട്ടിൽ നിന്ന് ചീത്തയാക്കാൻ എനിക്ക് വാക്കില്ല. കാരണം നമ്മൾ വിശ്വാസ പ്രകാരം നായി നെജസ് എന്നുള്ള സംഭവമാണ്. പക്ഷെ നായിനെ ഞാൻ മനസ്സിലാക്കിയ നായിൻ്റെ മേത്ത് ഒട്ടിച്ചിട്ട് നായി നെജസല്ല, നായിൻ്റെ ഉമിനീര് മാത്രമേ നെജസുള്ളൂ. പക്ഷെ നമ്മൾ ഓവർ നായിനെറ്റ് സ്നേഹം പ്രകടിപ്പിക്കുന്ന സമയത്ത് അത് അതിൻ്റെ മൂക്ക് ഭാഗം വന്ന് നമ്മുടെ ശരീരത്തിൽ തട്ടിക്കും. ആ ഒരു വിഷയം മാത്രമല്ല. അല്ലാതെ പിന്നെ ഞാൻ കൂടുതൽ പറയാത്ത എന്തായാലും എനിക്ക് വലിയ വണ്ടിയിലൊന്നുമില്ല. ഞാൻ മനസ്സിലാക്കിയ അറിവ് വെച്ചിട്ട് പറയാം. ഇങ്ങനെ തൊട്ടിച്ചിട്ട് നെജസ് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ തൊട്ടിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ അത് കണ്ടിട്ട് ഇനി ഒരു ചീത്തയാക്കാൻ എനിക്ക് വയ്യ.
ഞാൻ പോവാണ് കേട്ടാ. ഇതൊക്കെ ഞാൻ പോവാണ്. ഇനി നമുക്ക് എന്തെങ്കിലും മേഘാലയയിൽ വരുമ്പോൾ കാണട്ടാ. ഇത് ടാറ്റ അടിച്ചാ. ഇത് ടാറ്റ. നായ്ക്ക് സ്നേഹമുണ്ട്, വാലാട്ടിന് വേണ്ടി നിങ്ങൾ. ഇതാണ് നായും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം. മനുഷ്യനാണെങ്കിൽ എന്താ പറയലെന്ന് അറിയോ? ആ പന്നിപ്പോ ഒരു കൂരി ഇത് മുട്ട മെയിൻ തന്നിക്കണെന്ന് അറിയും, അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റ് മെയിൻ തന്നിക്കണേ. നായിൻ്റെ സ്നേഹം കണ്ടില്ല നിങ്ങൾ? ഇതാണ് നായും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം. ചായ ഒക്കെ കുടിച്ച് നായിക്ക് നമ്മൾ ബിസ്ക്കറ്റൊക്കെ കൊടുത്ത് ഞാൻ പോവാണ്. എന്താണ് നമ്മളെ ദീദി ഇട്ടാ. ദീദി ആപ്ക നാം 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 ഇത് പേര് പഠിച്ചാൽ പറയാം. ബായ് ആപ്ക നാം മർവിൻ. മർവിൻ ശ്വര. ഇതാട്ടെ നമ്മളെ ദീദിൻ്റെ കട. ചെറിയ കടയാണ്. മേഘാലയ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട്. അവിടെ ചെറിയൊരു ഹട്ട് പോലെ നോക്കണം. ഇതൊക്കെ ഫുഡ് കോർട്ട് തന്നെ കേട്ടോ. എന്താണ് ഒരു കഫേയാണ്. നല്ലൊരു വൈബ് സ്ഥലം കേട്ടോ അതൊക്കെ. ഇതിലൊക്കെ തന്നെ നടുവിൽ ടെൻ്റ് അടിച്ച് കിടന്നാണ്ടല്ലോ അതൊക്കെ. ഇതൊക്കെ മുളൻ്റെ പീസാട്ടോ. നമുക്ക് മേഘാലയ കെട്ടിലും കാഴ്ചകൾ വരാൻ കെടുക്കണുള്ളൂ. മേഘാലയ എന്ന് പറഞ്ഞ ഒരു വൈബ് സ്ഥലമാണ്. ഞാൻ നേരത്തെ കാണിച്ച വിഷയമാണ്, ഞാൻ കാണിക്കണില്ല. കാണിച്ച് ബോറടിപ്പിക്കണില്ല. ചെറിയ കണ്ടോക്കണി നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ ഇട്ടാ. മേഘാലയ എനിക്ക് ഇഷ്ടപ്പെട്ടു. ജുനുവിന് എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ജുനുവിന് സംസാരിക്കാൻ ഭയങ്കര മടിയാണ്. എന്നാലും പറയണം. ഇപ്പോൾ നമ്മൾ കണ്ട കാഴ്ച വെച്ചിട്ട് എനിക്ക് എൻ്റെ ഒരു വിലയിരുത്തൽ എന്താ മേഘാലയയെ കുറിച്ച്? അങ്ങനെ പറഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രാവശ്യം എന്തായാലും ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ ഇവിടെ എന്തായാലും വരണം, ആസ്വദിക്കണം. ജുനുവിന് ഞാൻ നിങ്ങൾ ചിലപ്പോൾ ഇനി കമൻ്റ് ആയിട്ട് വരും, എന്താ ജുനുവിന് കൂടുതൽ വീഡിയോ വരാത്തതെന്നുള്ളത്. ജുനു നല്ല രീതിയിൽ ജുനു വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കും. പക്ഷേ ജുനുവിന് വീഡിയോയിൽ വന്ന് സംസാരിക്കാൻ ഒരു മടിയുണ്ട്. അതുകൊണ്ടാണ് അവനെ വീഡിയോയിൽ അങ്ങനെ കൊണ്ടുവരാത്തത്. പക്ഷേ ഓൻ നല്ല രീതിയിൽ ഫോട്ടോസും വീഡിയോസും എടുത്തുതരും. ജുനുവിൻ്റെ സ്ഥലം എന്ന് പറഞ്ഞത് കാസർഗോഡാണ്. അവനിപ്പോൾ വർക്ക് ചെയ്യണത് എറണാകുളത്ത്. ഞങ്ങൾ വർഷങ്ങൾക്ക് മുന്നേ പരിചയം. ഞങ്ങൾ കളിക്കൂട്ടുകാരാണ് ക്രിക്കറ്റിലുള്ള. പോട്ടെ. ഓക്കെ ബൈ. താങ്ക് യു. മേഘാലയ ഇഷ്ടപ്പെട്ടിട്ടാ. ഇപ്പോൾ ഇവിടുന്ന് ചിറാപുഞ്ചിക്ക് ഏകദേശം 20 കിലോമീറ്റർ ഉള്ളൂ. പക്ഷെ ഇന്ന് ചിറാപുഞ്ചി എത്തുമോ എന്നുള്ള സംശയമാണ്. കാരണം ഇങ്ങനത്തെ ഒക്കെ സ്ഥലം കാണുമ്പോൾ ഇങ്ങനെ ഇറങ്ങി ആസ്വദിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്ന് ഇങ്ങനെയൊക്കെ സംസാരിച്ച് പോവുക, അത് വേറെ രസമാണ്. ജിനു, നമ്മൾ ഇന്ന് ചിറാപുഞ്ചി എത്തും തോന്നുന്നില്ല കേട്ടോ. ആസ്വദിച്ച് അങ്ങനെ പോവുക. 10 കിലോമീറ്റർ ഇവിടെ ഉള്ളവർ സിഗരറ്റ് നല്ല ഉപയോഗിക്കും, അതുപോലെ മറ്റേ പാൻ മസാലകളൊക്കെ നല്ല ഉപയോഗിക്കും. പക്ഷേ റോഡിൽ എന്തിൻ്റെ ഒരു വേസ്റ്റ് കാണാൻ തന്നെ പറ്റില്ല. വൃത്തിൻ്റെ കാര്യത്തിൽ ഇവർ മറ്റേ വ്യക്തി ശുചിത്വം ഉണ്ടോയെന്ന് അറിയില്ല, പക്ഷെ പരിസര ശുചിത്വം ഇവർക്ക് നല്ല ഉണ്ട് കേട്ടോ. ആ കേരള വണ്ടിയാ. ഒന്ന് ഇടായിക്കാണെന്നാല് മലയാളിയല്ലേ? നാട്ടിലെവിടെയാ? കൊല്ലം, തിരുവനന്തപുരം. മലയാളി റൈഡേഴ്സ് കേട്ടാ, യാദൃശികമായിട്ട് മേഘാലയയിൽ. നമ്മളിങ്ങനെ പോകുന്നുണ്ട്. ഇപ്പോൾ ഒരു കോൺക്രീറ്റ് റോഡ് ഇട്ടാ, ഒരു മൊട്ടക്കുന്നിൻ്റെ മുകൾക്ക്. എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ ഇവിടെ സെമിത്തേരിയാണ്, കണ്ടില്ല നിങ്ങൾ? ഇതിന് മുന്നിലോട്ട് പോയി നോക്കാം, നമുക്ക് എന്തെങ്കിലും കാഴ്ച കിട്ടുമെന്നില്ല. ആ റോഡ് എങ്ങനെ പോകുന്നുണ്ടാ ഫ്രണ്ടിലേക്ക് ജിനു? എന്താ കാണാമെന്ന് അറിയാൻ പറ്റില്ല. റോഡ് കിട്ടിയപ്പോൾ വെറുതെ കയറി അതൊരു വൈബ് റോഡ് കിട്ടിയപ്പോൾ. ഈ സെമിത്തേരിൻ്റെ അടുത്ത് ടെൻ്റ് അടിച്ചാൽ കെടുക്കാൻ തരുന്നുണ്ടോ ജിനുവിന്? ജിനു തരില്ല. ഇതിന് മുകളിലൊക്കെ അടിപൊളി ടെൻ്റ് അടിക്കട്ടാ. നല്ല സ്ഥലമാണ്. എന്തായാലും നമ്മൾ പുറത്തുള്ളവരൊക്കെ എന്തായാലും മരിച്ചെടുക്കുന്നവരെ നമ്മൾ ആക്രമിക്കൂല. എവിടേക്ക് പോകണം? റോഡ് കഴിഞ്ഞ് അവിടെ വ്യൂ ഉണ്ട് കേട്ടോ. വണ്ടി വിട്ടിട്ട് ഒരു വ്യൂ പോയിന്റ് ഉണ്ട് തോന്നുന്നുണ്ട് ഇവിടെ. നമ്മൾ വണ്ടി ഒന്നിട്ടിട്ട് ജസ്റ്റ് പോയി നോക്കാം. ഏതായാലും ഇവിടെ വന്നില്ലേ, ഇറങ്ങൂ കുഞ്ഞാടെ. നമ്മളിതാ സെമിത്തേരിയുള്ള കൂടുതലുള്ള വഴിയിൽ നമ്മൾ നടന്നു വന്നപ്പോൾ നല്ലൊരു വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾ നോക്കാണി, ബാക്ക്ഗ്രൗണ്ട് നോക്കാണി, ഒരു രക്ഷയില്ല. പൊളി സ്ഥലട്ടാ, അടിപൊളി.
മോനെ പൊളി സ്ഥലം, പൊളി പൊളി. അപ്പോൾ ഇത് ഇവിടം കൊണ്ട് അവസാനിക്കണില്ല, താഴേക്ക് വഴിണ്ട് കേട്ടോ. നമ്മൾ പോയി നോക്കുക, വ്യൂ ഒന്നും കൂടി നല്ല രീതിയിൽ കിട്ടുമോ എന്നുള്ളതൊക്കെ നോക്കാമല്ലോ നമുക്ക്. ഇത് അധികാരം വരാത്തൊരു സ്ഥലം ആയതുകൊണ്ട് ഇവിടെ പാമ്പ് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം പോകാൻ. നിങ്ങൾ ഇറങ്ങി പോകുമ്പോൾ നോക്കുകയാണെങ്കിൽ ഫ്രെയിം ഇതൊന്നും ഒരു എഡിറ്റും അല്ല, എഫക്റ്റും അല്ല, നമ്മളെ മുന്നിൽ കാണുന്ന. എന്നാലും അവിടെ ചെറിയ ഇതിലൊരു മൂടൽ മഞ്ഞ് പോലെ ഉണ്ട്. എന്നിട്ട് നമുക്ക് ഇത്രത്തോളം ഭംഗിയിൽ ഇത് കിട്ടുന്നുണ്ട് കേട്ടോ. അടിപൊളി കേട്ടോ, ഒരു രക്ഷയില്ലാത്ത സ്ഥലങ്ങൾ. മേഘമൊക്കെ നിൽക്കണം, നിർത്തം നോക്കുകയാണ് ഈ ഫ്രെയിമിൽ. ഇതൊന്നും ഞാനിവിടുത്തെ ഭംഗി പറയേണ്ട ആവശ്യമില്ല, എനിക്ക് ആവശ്യമില്ല ഭംഗി പറയേണ്ട, പിന്നെ പറയാൻ വാക്കുകളുമില്ല. നമുക്ക് ഇങ്ങനത്തെ ഒരു സ്ഥലം കണ്ടാൽ അടിപൊളി സൂപ്പർ എന്നല്ലാതെ വേറെ ഇപ്പോൾ എന്താ പറയാൻ കിട്ടുക. മേഘം നമ്മളെ കൂടെ പോരുണ്ടോ എന്നൊരു സംശയം. അവിടെ അതാ വ്യൂ കാണാനുള്ള വേറൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ അവിടെ. നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മേഘാലയ സന്ദർശിക്കൽ നിർബന്ധമാണ്. കാരണം അത്ര നല്ല സ്ഥലമായിട്ടാണ് മേഘാലയ. നമ്മൾ തള്ളി മറിക്കൊന്നുമല്ല, നിങ്ങൾക്ക് വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ. പ്രകൃതിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് മേഘാലയക്ക് പോയി. മേഘാലയയിൽ നമുക്ക് ഒരുപാട് മാതൃക ആക്കാണ്ട് കേട്ടോ. പിന്നെ പരിസര ശുചിത്വമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വ്യക്തികൾക്ക് ശുചിത്വം വളരെ കുറവാണ്. കുറവ് നല്ല ഒരു വെറ്റിലടക്കൊക്കെ തിന്ന് കണ്ടാണ് വായും ചീരയൊക്കെ ഒരു അകരപ്പാക്കിയിട്ടാണ്. പക്ഷേ പരിസരം ഇത് ഇനി താഴേക്ക് ഇറങ്ങാണ്ടില്ലേ, അത് അവിടെ വരെ പോവാ. അവിടെ ഒരു വ്യൂ ഉണ്ട്, അവിടെ പോയാലോ അജുനോ? സംഭവം അവിടെ കണ്ടോ, അവിടെ വെള്ളം ഒഴിക്കാന്ന് അങ്ങനെ ഒരു പ്ലേസ് ഉണ്ട് അവിടെ. പക്ഷേ ഒരുപാട് സ്റ്റെപ്പ് ഇറങ്ങണം. അല്ല ഇവിടെ വരെ പോലെ നമുക്ക് പോയി എത്ര സ്റ്റെപ്പ് ഉണ്ടാവും, നമുക്കത് നോക്കായിരുന്നല്ലോ മേലെ. സ്റ്റെപ്പ് പെണ്ണാന്നപ്പോൾ നമ്മളിവിടെ കുറച്ചും കൂടി താഴേക്ക് നമുക്ക് പോകാൻ പറ്റും. അതുവരെ നമ്മളൊന്ന് പോയി നോക്കിട്ടോ. കാരണം ഈ വ്യൂ കണ്ടിട്ട് നമുക്ക് ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല. ഇത് പല സ്ഥലത്ത് കാണ്ടും കൊണ്ട് കൊണ്ടുപോകണ്ടല്ലോ ആളെ. പക്ഷെ നമ്മളെ കയറി വൈന്ന് കണ്ടാൽ ഇങ്ങനെ ഒരു ബോർഡോ ഒന്നുമില്ല കേട്ടോ. ഒരു ചെറിയ കോൺക്രീറ്റാണ് കയറിയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ പിന്നെ അവിടെ കണ്ട സെമിത്തേരിയാണ് നമ്മൾ. ഇതിങ്ങനെ അങ്ങോട്ട് പോകുന്നുണ്ട്, ഇതങ്ങോട്ട് പോകുന്നുണ്ട്. പക്ഷേ നമ്മളെന്തായാലും ഇത് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കും. ഒരു ടോപ്പ് വ്യൂ ഇട്ടണ ഇപ്പോൾ ഇവിടെ ആവാനാണ് സാധ്യത. ഇവിടെയൊക്കെ നിന്ന് പിക്കെടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. ഇതങ്ങനെ ആണ്ടും കൊണ്ടുപോകണ്ടോ. അടിപൊളി സ്ഥലം കേട്ടോ. ഇവിടുന്ന് വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇവിടെ എത്തിയതിൻ്റെ ശേഷം ഇത് ഒരു പാറമലട്ടോ ഇത് നിർത്തിയിട്ടുള്ളത്. കണ്ടാൽ നമ്മൾ ഫില്ലർ കെട്ടി ഉണ്ടാക്കിയാൽ നിർത്തോ. നല്ല വ്യൂ ഉണ്ട് ഇവിടുന്ന്. ഫൈനലി ഇതിൻ്റെ ടോപ്പ് വ്യൂ കിട്ടുന്ന സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടാ. ഇതിലപ്പുറം ഒരു വ്യൂ ഇനി ഇവിടുന്ന് കിട്ടാനില്ല നമുക്ക്. ഒന്ന് നോക്കണി. എത്ര കളറാണ് ഫ്രെയിമിൽ വരാം. നീലാകാശം, വൈറ്റ് മേഘം, അതിൻ്റെ അടിയിൽ മറ്റേ മലകൾക്ക് തന്നെ പ്രത്യേക കളറ്. മേഘം മൂടിയ സ്ഥലത്ത് തണലായിട്ട് വേറെ കളറ്, പച്ചപ്പുള്ള സ്ഥലത്ത് വേറെ കളറ്. എന്താ പറയുക. അപ്പം ഞാൻ നേരത്തെ കാണിച്ചെന്ന ആ സ്പോട്ടിൽ ഇതാ ഇവിടെ ഞങ്ങൾ പോകാൻ തോന്നില്ല. ഏകദേശം 2 മണിക്കൂർ ഞങ്ങളിപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്ത് ഇവിടെ വന്ന് റെസ്റ്റ് ചെയ്ത് ഞാൻ എൻ്റെ വണ്ടിയിൽ പോയിട്ട് എൻ്റെ ഹമൂക്ക് എടുത്തു കൊടുന്ന്. ഞാൻ ഈ ഗ്ലാസ് വെച്ചത് സൂര്യപ്രകാശം ഉണ്ട്, പക്ഷേ കാലാവസ്ഥ അവിടെ തണുപ്പാണ്. കണ്ണിലടിച്ചുകൊണ്ട് കണ്ണ് തുറക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇത് ഊരിയിട്ട് ഇങ്ങനെ ഈ പ്രകൃതി കാഴ്ച കണ്ടിട്ട് കിടന്ന് ഇങ്ങനെ ആടിക്കെടുക്കാനുണ്ടല്ലോ. വേറൊരു സുഖാട്ട, ഒരു രക്ഷയില്ല. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഈ സ്ഥലം. ഏകദേശം 3 മണിക്കൂറിന് ശേഷം നമ്മളിത് അവിടുന്ന് തിരിച്ചു പോരുകയാണ് കേട്ടോ. ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ അവിടെ പ്രാർത്ഥിക്കാൻ വന്നവരാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചിറാപുഞ്ചിക്ക് ഇന്ന് എത്തും തോന്നില്ല. നമ്മളിപ്പോൾ അവിടുന്ന് ആകെ 3 കിലോമീറ്റർ യാത്ര ചെയ്തത്. ഇങ്ങനെ ഓരോ സ്ഥലം കാണുമ്പോൾ നമുക്ക് പോകാൻ തോന്നുന്നില്ല. നല്ല സുഖമുള്ള കാലാവസ്ഥയില്ല, വെയിലും ചെറിയ തണുപ്പും.
നമ്മൾ നേരത്തെ കയറിയ പോലെ ഒരു റോഡ് കണ്ടപ്പോൾ കയറിയതാണ്. പക്ഷേ ആ റോഡ് കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ട് അവസാനിച്ച്. പിന്നെ നമ്മൾ നടന്നു പോയിട്ടില്ല. ഇവിടെ എവിടെ നോക്കിയാലും നല്ല കാണാൻ ഭംഗിയുള്ള കാഴ്ചകളായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ ഒരു വാട്ടർഫാളിലേക്ക് കേട്ടാ. വെൽക്കം ടു വഹ്കാബ ഫാൾസ്. സ്ഥലത്തിൻ്റെ പേര് നിങ്ങൾ തന്നെ വായിച്ച് മനസ്സിലായിക്കോളൂ, എന്നെ കൊണ്ട് വയ്യ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ വഹ്കാബ ഫാൾസിലേക്കാണ് പോകുന്നത്. ടിക്കറ്റ് ഒരാൾക്ക് 30 രൂപ ഉണ്ട് കേട്ടോ. അത്യാവശ്യം സ്റ്റെപ്പ് ഇറങ്ങി പോകാണ്ട്. ഇറങ്ങാനൊക്കെ സുഖമാണ്, തിരിച്ച് കയറൽ കുറച്ച് പ്രയാസമായിരിക്കും. അത്തരത്തിലുള്ള സ്റ്റെപ്പുകളാണ്. ഫാൾസ് എങ്ങനെയാണ് വെള്ളം ഉണ്ടാകുന്ന അറിയില്ല. പക്ഷെ ഇറങ്ങിപ്പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ നല്ല വ്യൂ കിട്ടുന്ന വഴികളാണ്. ഇതാണോ ഫാൾസ്? ഇവിടെ വെള്ളം ചാടുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇനി ഇതാണോന്ന് അറിയില്ല. വീണ്ടും പറയുന്നു, നമ്മൾ വാട്ടർഫാൾസ് എടുക്കാനായിട്ട് വരില്ല. നമ്മൾ പോകുന്ന വഴിക്കുള്ള എല്ലാ കാഴ്ചകളും കാണിക്കും. അത് വാട്ടർഫാൾ ആണെങ്കിൽ വാട്ടർഫാൾ നമ്മൾ കാണിക്കാൻ പറ്റുള്ളൂ. മറ്റു വല്ല കാഴ്ചകളാണെങ്കിൽ അത് നമ്മൾ കാണിക്കും. നല്ല കുളിക്കാനൊക്കെ പറ്റിയ സ്ഥലമല്ലേ? എന്താ ആലോചിക്കണേ ജുനു? ഒരു മിനിറ്റ്. ഇതാട്ടോ, ഞാൻ വാട്ടർഫാൾ അധികം കാണിക്കുന്നില്ല, കാണിച്ച് ബോറടിപ്പിക്കണില്ല. ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ അതായി കാണുന്ന വ്യൂ ആണ്. ഈ ചേച്ചി ഉത്തർപ്രദേശിൽ നിന്ന് കേട്ടാ. മേ മലയാളം പോലെ. ഈ ചേച്ചി ഉത്തർപ്രദേശിൽ നിന്നാണ്. ഈ ചേച്ചിൻ്റെ കൂടെ വേറെ ചേച്ചി ഉണ്ട്. അപ്പോൾ എൻ്റെ യാത്ര കണ്ടിട്ട് ഇവർ ഉത്തർപ്രദേശാണ്. ഇപ്പോൾ ഞങ്ങൾ മേഘാലയ വെച്ച് കണ്ടുമുട്ടിയാണ്. അപ്പോൾ ചേച്ചി എനിക്ക് നമ്പർ തന്നിട്ടുണ്ട്. ഉത്തർപ്രദേശ് വരുമ്പോൾ നിർബന്ധമായിട്ട് വിളിക്കണം. ചേച്ചിൻ്റെ വീട്ടിൽ താമസിക്കാറുണ്ട്. താങ്ക് യു. हिंदी में बोलो. थैंक यू. मुझे बहुत खुशी है आप लोगों से मिलके, क्योंकि आपका ये एज अभी जॉब करने का है, पढ़ाई करने का है, टूर करने का नहीं है. फिर भी आप लोगों ने दो दोस्त हो के आप लोगों ने अपने लिए इतना टाइम दिया, लोगों को टाइम दिया, सोसाइटी को टाइम दिया. आपसे हम लोगों को ये प्रभाव पड़ता है कि आप जैसे यंग आज पूरे देश भारत नेपाल के बारे में समझ सकते हैं, तो औरों को भी और जागरूक होना चाहिए. हमें लगता है आप लोगों को वैज्ञानिक होना चाहिए, इंजीनियर होना चाहिए. जो आपने पढ़ाई कर रहे, जॉब कर रहे, उसका आपको इसी यात्रा के कारण सफलता मिले. राधे राधे. हम वृंदावन वासी हैं, वृंदावन जरूर आइए. स्वागत है आप लोगों का. गंगाश्री. താങ്ക് യു. അപ്പോൾ നമ്മളിതാ ഒരുപാട് ദൂരം താഴേക്ക് ഇറങ്ങി. എവിടെ നിന്നൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. 2 ഫാൾസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ്. ഒരു വാട്ടർഫാൾ അവിടെ കാണുന്നു. അടിപൊളിയാ? പൊളിയാ? ഇത് വേണ്ടി കിടിലം വ്യൂ ആട്ടോ ഇവിടുന്ന്. ആദ്യം വാട്ടർഫാൾ ഒന്ന് കാണിച്ചു തരാം. ഇത് പൊളിയാണ് മക്കളെ. ഇത് വാട്ടർഫാളിന്റെ ഭംഗിയല്ല കേട്ടോ. നമുക്ക് ഇവിടെ നിന്നുള്ള വ്യൂ നോക്കാണ്. കൈയൊക്കെ വിറക്കുന്നുണ്ട് കേട്ടോ താഴേക്ക് നോക്കുമ്പോൾ. അവിടെ ഒരുപാട് ആളുകൾ ഇരിക്കുന്നുണ്ട്. അയ്യാ, എൻ്റെ ക്യാമറൻ്റെ പൗതിയിൽ എൻ്റെ കൈ വന്നിട്ടുണ്ടാവും. പൊളി സ്ഥലട്ടാ. ജുനു ഒന്ന് കിടുന്നടാ. ഞാൻ ഒന്ന് താഴെ കാണിച്ചു കൊടുക്കട്ടെ. എന്ത് ഹൈറ്റാ അതെന്നറിയോ താഴേക്ക്? പൊളി സ്ഥലം. എൻ്റെ മോനെ, മേഘാലയ വേറെ ലെവലാട്ടാ. പറയാൻ വാക്കുകളില്ല മേഘാലയെ കുറിച്ച്. കിടിലൻ സ്ഥലം തന്നെ, കിടിലൻ സ്ഥലം. ഇനി ഈ വാട്ടർഫാളിൻ്റെ വേറൊരു ആംഗിളിൽ നിന്നുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരട്ടോ. നമ്മൾ ഉദ്ദേശിച്ച സാധനം നമുക്ക് ഇവിടുന്ന് കിട്ടുമോയെന്ന് അറിയില്ല. അതായത് നമ്മൾ അടുത്തിൻ്റെ ഭാഗത്തുനിന്ന് വെള്ളം ചാടുന്ന സ്ഥലത്തു നിന്നുള്ള വീഡിയോ എടുക്കാനായിരുന്നു. എന്തിയാ ഇതായിരുന്നു നല്ല തെളിഞ്ഞ വെള്ളമാട്ടോ ഇവിടെ. കുളിക്കാനൊക്കെ പറ്റും ഇവിടെ. നല്ല സൂപ്പർ വെള്ളം. ഞാൻ കാണിച്ചു തരാം. എന്താ തെളിഞ്ഞ വെള്ളം എന്നറിയോ? ഇതിലൊക്കെ ഇറങ്ങി കുളിച്ചാണ്ടല്ല നോക്കുകയാണെങ്കിൽ അടിയാണ്, വെള്ളത്തിൻ്റെ അടിയാണ് കാണുന്നത്. അത്രയും ക്ലിയർ വാട്ടർ. നമ്മൾ ആ അറ്റത്തേക്ക് പോകുന്ന ഡേഞ്ചറാണ്. അവിടെ വയ്ക്കാൻ സാധ്യത കൂടുതലാണ്. ഇവിടെ നിന്നാണ് വെള്ളം താഴേക്ക് ചാടുന്നത്.
മഴക്കാലം അല്ലാത്തത് കൊണ്ടാണ് ഞാൻ അത്ര ധൈര്യത്തിൽ വരണത്, അല്ലെങ്കിൽ ഇത് ഡേഞ്ചറാണ് ഈ സ്ഥലം. ഇവിടെ നിന്നാണ് വെള്ളം താഴേക്ക് ചാടുന്നത്, ഇത്ര വിഷയിലേ കിട്ടുള്ളൂ. നമ്മളിങ്ങനെ മേഘാലയയുടെ യാത്ര സമയത്ത് നമുക്ക് 2 ഫോറിനേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. ഓസ്ട്രേലിയയിലാണ്. ഞങ്ങൾ കുറേ നേരം സംസാരിച്ച് ഫോട്ടോസൊക്കെ എടുത്ത് രക്ഷയിലിട്ട് സമയം വൈകിട്ട് 4 മണി ആയിട്ടുണ്ട്. ഇപ്പം തന്നെ ഇരുട്ടാൽ തുടങ്ങി. നമ്മൾ ടെൻ്റ് ഇടാൻ വേണ്ടി ഫുള്ള് സെറ്റ് ചെയ്തിരുന്നത്, പക്ഷേ പവർ ബാങ്ക് ഇന്നലെ കുത്തി വെച്ചിട്ട് പകുതി ചാർജ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു ചാർജ് കഴിഞ്ഞു. സമയം കണ്ടില്ല, 4:50 ആയപ്പോൾ ഇതിന് അത്യാവശ്യം നല്ല രീതിയിൽ ഇരുട്ടായിട്ടാണ് നമ്മളിവിടെ റൂം എടുത്തുനിന്ന്. ചെറിയ പൈസക്ക് നമുക്ക് റൂം കിട്ടിയപ്പോൾ നമ്മൾ റൂം എടുത്താണ്. ഇവിടെ നമുക്ക് എന്താ പറഞ്ഞാൽ കുക്ക് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഗ്യാസൊക്കെ കൊടുത്ത് നമുക്കൊന്ന് കുക്ക് ചെയ്യണം ഇവിടുന്ന്. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. മേഖലയിലെ കൂടുതൽ കാഴ്ചകളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.